ശക്ഷുക്ക. അപ്പോൾ ഇതാണ് ശക്ഷുക്ക. ഇതിനിങ്ങനെ ഒരു പേരുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്. പണ്ട് സ്കൂളിൽ പോയിരുന്ന കാലത്ത് എന്നും ഒരു കൂട്ടം ചോറിന് തരണ്ട വിചാരിച്ചിട്ട് ഒരു ദിവസം ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് സ്ക്രാമ്പിളാക്കി തരും. പിറ്റേ ദിവസം നോക്കുമ്പോൾ മുട്ട ഉണ്ടാവില്ല, ആ പുള്ളിയും തക്കാളിയും മാത്രം വാട്ടിയിട്ട് തരും. ഇനി അടുത്ത ദിവസം വേറെ തരണമല്ലോ എന്ന് ഉമ്മ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഉമ്മ ഒരു ഐഡിയ ഒപ്പിച്ചിട്ടും ഇതുപോലെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്ക്രാമ്പിളാക്കാതെ തരും. ഇപ്പോഴാണ് മനസ്സിലാണത് ഇപ്പോൾ വരുന്ന റെസിപ്പിയൊക്കെ പണ്ടെന്നോ ഞങ്ങൾ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ചില റെസിപ്പികളൊക്കെ. പക്ഷേ അന്ന് ഇതിൻ്റെ പേരറിയാതെ പോയ സങ്കടമാണ് ഇപ്പം എനിക്കുള്ളത്. അപ്പം എന്താണെങ്കിൽ ഇന്ന് ഞാൻ പഴമയിലെ പുതുമയിലേക്ക് വരാൻ വിചാരിച്ചു. അപ്പം അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് വെളുത്തുള്ളി ചതച്ചത് ഇട്ടെടുത്ത് ജസ്റ്റ് അതൊന്ന് വാട്ടിയെടുത്ത് സവാള ഇട്ട് ഉപ്പ് പച്ചമുളക് ഇത്തിരി ഇട്ട് അതെല്ലാം വാട്ടിയെടുത്ത് പിന്നെ നമ്മൾ അതിലേക്ക് ടൊമാറ്റോ ഇട്ടെടുത്ത്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മളെ കയ്യിലിരിപ്പനുസരിച്ചിരിക്കും കേട്ടോ. കാരണം മസാല നമ്മൾ കൂട്ടുന്നതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരിക. പിന്നെ തക്കാളിയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്ത് മൂടി തുറന്നിട്ട് എല്ലാം ഒന്ന് ഉടച്ചെടുത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ കൂടുതൽ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്ര മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ എല്ലാം ഒന്ന് മിക്സ് ആക്കിയെടുത്ത് മസാലൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കിയെടുത്ത് പിന്നെ നമ്മൾ മൂന്നാക്കും ഓരോ മുട്ട എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ 3 കുയ്യാക്കി എടുത്തിട്ടുണ്ട്. ഓരോ കുയ്ക്കും ഓരോ മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിക്കേണ്ട രീതി എന്ന് വെച്ചാൽ ഇതേ പാത്രത്തിൽ തന്നെ കഴിക്കലാണ്, അതാണ് ഇതിൻ്റെ രീതി. ദെൻ ഒരു മിഡിലിസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കട്ടോ. ഞാൻ ഇതാ ബ്രെഡിൻ്റെ കൂടെ കേട്ടോ ഇത് കഴിക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ശക്ഷുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗിവ് ഇറ്റ് എ ട്രൈ.